ഇവരേടിയാണപ്പോൾ പോയി ബാക്കിയില്ലെങ്കിൽ 1-ാം തീയതി ബാക്കിയുള്ള സംഘടിപ്പിച്ച് ഇവിടെ വന്നിട്ട് ഇവരെ കാണുന്നില്ല. ഒരക്ക ഇവർ താണിവേ ഒരു ഉത്തരവാദിത്വം എന്ന് സാധനം ഉണ്ടാവുക. പണിക്കാണെങ്കിൽ രാവിലെ 8 മണിക്കോ പറഞ്ഞോളൂ. ഇങ്ങനത്തെ നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം വേണ്ടേ? ഹലോ എടാ, നീ ഏടിയാണ് ഉള്ളത്? ഞാൻ പ്രകാശന്റെ കാല് പിടിച്ച് എങ്ങനെയല്ലോ സാധനം പിടിച്ചിട്ടുണ്ട്. നീ പാട് പപ്പാട്ടിന്റെ വീട്ടിൽ നിന്ന് വിട്ടാ മോനെ. ഓ ഇങ്ങെത്തിപ്പോയാ അതേവാ മുത്തേ 1-ാം തീയതി എന്നെ കിട്ടിയതിനെ വില വാങ്ങുന്നുണ്ടാ മോണാ. ഗ്ലാസ് വെള്ളത്തിനടി പോവാ ബെതിർക്കൊന്ന് അടിക്കരുത്. അടുത്ത സംഭവം ഉത്തരവാദിത്തം വേണം. ഈ രാവിലെ പഠിക്കാൻ ഏൽപ്പിച്ച് രാവിലെ 8 മണി നമുക്ക് എത്താനാണ് ആള് വന്ന ആള് വന്നാൽ ടച്ചപ്പം മേടിക്കാൻ പറഞ്ഞു പോയിക്ക് ഇല്ലേനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടേക്കാം. ഇനി ചേറുകൊണ്ടപ്പോ ഈ തമാശ കുറച്ച് ഹലോ നമസ്കാരം. ഞാൻ ഒരു പോലീസ് ഒന്നുമല്ലല്ലോ. അല്ല പേടിക്കണ്ട. ഞാൻ ഒരു വീഡിയോ ബ്ലോഗറാണ്. യൂട്യൂബ് ചാനലിൽ ഒരാളാണ്. സിനിമ പോലത്തെ അതെ സിനിമ എന്റെ ചാനൽ കാണാറുണ്ടോ? ഇല്ല, എന്റെ ചാനലാണ്. ഓക്കെ, നമ്മൾ ഈ കുഞ്ഞു ഫോണിൽ കിട്ടുക. കുഞ്ഞു ഫോൺ കിട്ടില്ല, ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കണം. ഓക്കെ, അപ്പൊ ഞാനേ നിങ്ങൾ ഇന്ന് 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ആയതുകൊണ്ട് സാധനം എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങളോട് പറയില്ലല്ലോ, ഒരിക്കലും പറയില്ല അല്ലേ? ഓക്കെ സുഹൃത്തുക്കളെ, എന്തായാലും ചേട്ടന്മാർ നല്ല ഹാപ്പിയിലാണ്. അവരെന്നല്ല 1-ാം തീയതി സാധനം എവിടെ നിന്ന് കിട്ടിയെന്ന് എന്തായാലും പറയുന്നില്ല. അപ്പോൾ വേണ്ട, നമുക്ക് അതിനെപ്പറ്റി അറിയണ്ട, നമുക്ക് അങ്ങനെ ചൂടന്വേഷിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവരെ വെച്ച് ബ്ലോഗ് ചെയ്യാം, അതാണ് എൻ്റെ ഉദ്ദേശം. ചേട്ടാ ഹലോ, നിങ്ങളെ വെച്ച് ഞാനൊരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോകണേ. അതായത് ഈ 1-ാം തീയതി മദ്യം കഴിക്കുന്ന ആളുടെ സമർത്ഥമായിട്ട് എങ്ങനെ ഈ മദ്യം മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നു എന്നൊരു ബ്ലോഗാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാടി വീഴുന്നു, മദ്യം എടുത്ത് ഓടുന്നു. തമാശ. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ടാകണം. ഇതാ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ചേട്ടന്മാരൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ സാധനം എടുത്ത് നമ്മൾ പോകാൻ പോവാണ്. ഓക്കെ അല്ലേ? ഒരു കമാൻ. യെസ്, ഓക്കെ, താങ്ക് യു. ഭയങ്കര സംഭവമല്ലേ? ഇനി നമുക്ക് ബൈക്ക് കയറി പോന്നാ തിരിച്ചു പരിചയമില്ല. ഇന്നോടല്ലോ പറഞ്ഞിട്ട് ഞാൻ അനക്കിത് ഉപയോഗിക്കുന്നല്ലോ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ചേട്ടാ കൊറേ സമയമല്ല പോയിട്ട് വരൂലേ? വരണേ പോവാ വരുപ്പോ. ഹലോ മച്ചാ, വല്ല നടന്നാ ഇല്ല? എടാ പരമാവധി നോക്കണം ആരെങ്കിലും. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ മേടിച്ച് വെക്കണേ. ഇന്ന് 1-ാം തീയതി എനിക്ക് ഓർമ്മയില്ല. നെയ്യാ ഈടിയടാ, ഞാൻ ഫുള്ള് തപ്പി, ഒരു രക്ഷയില്ല. ഉച്ച പോലെ എന്നോട് പരക്കാൻ പറ്റില്ല, നിട്ടില്ല. നമ്പൂരിടിക്കലും മൊത്തം കൊടുത്തു ഇന്നത്തെ ഫുള്ള് സെയിലായിന്ന് പറഞ്ഞു. പുള്ളി വേണ്ടേ വൈകുന്നേരമ്പല്ലേ? എടാ ഒരു മിനിറ്റേ, നമുക്കിന്ന് കുടിക്കാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ സാധനം കിട്ടും. എന്നുവെച്ചാല് 2 ചങ്ങായിമാരുണ്ട്, സാധനം എടുത്തോ സംഘടിപ്പിച്ച് മെല്ലെ ഇങ്ങോട്ട് കയറി. ഞാനേ ചെറിയൊരു നമ്പർ ഇട്ടോക്കട്ടെ. അവരടുത്ത് അമ്പടിച്ചിട്ട് ഞാൻ ചെറിയൊരു നമ്പർ ഇട്ടോക്കാം അവിടെ കയറ്റി. ഹലോ ഗൈസ്, ഞാൻ ചേർന്ന ഇപ്പേയാണ്. എല്ലാവർക്കും പറ്റിയിട്ടുണ്ടോ? എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം. ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് വന്നത്. ഇതാ ഇന്ന് 1-ാം തീയതിയാണ്, എല്ലാവർക്കും അറിയാം. 1-ാം തീയതി ആയിട്ട് വളരെ മനോഹരമായി 2 ചേട്ടന്മാർ അവിടെ ഇരുന്ന് ദൂരെ ഇരുന്ന് മദ്യം കഴിക്കുന്നുണ്ട്. ഇന്ന് എങ്ങനെ അവർക്ക് കിട്ടി, എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ അവരോട് ചോദിക്കാം. വളരെ ഹാപ്പിയിലാണുള്ളത്. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ. നമുക്ക് അങ്ങോട്ട് പോകാം.
അത് മറ്റേ ഇവിടെ മോനല്ലേ? സന്ധ്യ ഇരുടാകാനായേ, ആകെ പണിയായിപ്പോയല്ലോ. ഒന്നാമത് പൈസ മേടിച്ചിട്ട് കൊടുത്തിട്ട് സാധനം മേടിച്ചടിക്കാൻ നോക്കും. ഈ ചെക്കനെന്റെ കളി ആ പഠിക്കുന്നത് നിനക്കറിയാം എങ്ങനെയാണ് കൂട്ടെ? എനിക്ക് അറിയോ ചോദിച്ചാ മറ്റേ നമ്മളെ ലോഡിങ്ങിന്റെ മറ്റേ ഇവിടെ മോനാന്ന് തോന്നുവേ. ഒരു മീഡിയയിൽ കാണുമ്പോ അതുപോലെ തന്നെ ഉണ്ട്. അതിന്റെ അതുപോലെ ആ ഒരു ബുദ്ധിയില്ലാതെ വെച്ചാന്നപ്പാ ആ കാണുന്ന കണ്ണുകടിയായിട്ട് മനുഷ്യൻ പണിയെടുത്ത് ആരെയും കണക്ക് കിടക്കട്ടെ. എല്ലാം ശശിയാട്ടെ, ഇയാളെങ്കിൽ ഇപ്പൊ അങ്ങനെ വരുവാ. ഞാൻ പിണ്ടായിരുത്തോട്ടെ കറി വെക്കണം, സാധനം കൊണ്ട് സമയം 7 മണിയാകാനായി. ചെക്കൻ എന്തൊരു പോക്കാളാ പോട്ടെ. ഇവിടെ തണുത്തുന്ന ആൾക്ക് മുറ്റവും കൊടുക്കണം. സമയത്തായടാ 6:40. 3 മണിക്ക് വന്നിരുന്ന എന്റെ വെള്ളം പിടിക്കാൻ നേരം പറ്റിയ എല്ലാം പറ്റിയ അല്ല അതിലെടുക്ക് വേണ്ടാണ് അടിക്കുന്നത്. ഈ ചെക്കനേടി അവിടെ പോട്ടെ. അതിന് നമ്പർ മേടിച്ചിട്ട് അവിടെ ഒന്നും അവന്റെ പേര് പറഞ്ഞ നമ്മപ്പോ നിങ്ങൾ വന്നതിനെ വിളി, ഞാൻ വീട്ടിൽ പോയിട്ട് വരട്ടെ. ഞാനെന്തിനാ എടുക്കുന്ന ആൾക്കാ വന്ന പിന്നെ കിട്ടണ്ടേ? ഞാൻ മീൻ മേടിച്ചോണ്ട് കൊടുക്കും, ചിക്കൻ മേടിച്ചോണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. നിങ്ങൾ വിൽക്കാൻ പറ്റും അല്ലല്ല വീട്ടില്. ഈ പോക്കാൻ്റെ ഞാൻ കുറച്ച് സാധനം മേടിച്ചോണ്ട് കൊടുത്തിട്ടേട്ടപ്പാ. വരുമായിരിക്കും ചേട്ടാ. പെരുമാരിക്കൂലേ?